നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻ NCERT എക്സസൈസ് 2.8 ആണ്. +2 ഫിസിക്സ് NCERT എക്സസൈസ് സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യേണ്ട എല്ലാ സ്റ്റെപ്പും കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. തൊട്ടുമ്പത് വീഡിയോസ് കാണാതെ നിർബന്ധമായിട്ട് അത് കണ്ട ശേഷം അത് കാണാൻ കാരണം ടോപ്പിക് വൈസ് കണക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈച്ച് പ്ലേറ്റ് ഹാസ് എൻ ഏരിയ ഓഫ് 6 × 10⁻³ meter square and the distance between the plates is 3 millimeter ആണ്. കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഇഫ് ദിസ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 100 volt സപ്ലൈ, വാട്ട് ഈസ് ദ ചാർജ് ഓൺ ഈച്ച് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്താണ്? ചാർജ് കണ്ടുപിടിക്കണം. ആദ്യം കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം, രണ്ടാമത് എന്താണ് കണ്ടുപിടിക്കണം? ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ളത്. നമുക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ആണ് കോൺസെപ്റ്റ് ഏതാണ്. കപ്പാസിറ്ററിൻ്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. തൊട്ടുമ്പോൾ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എടുത്ത് എഴുതുക. ഗിവൺ ദാറ്റ് ഏരിയ തന്നിട്ടുണ്ടായിരുന്നു. ഏരിയ എത്രയാണ് തന്നെ? 6 × 10⁻³ മീറ്റർ സ്ക്വയർ ആണ്. ആ യൂണിറ്റ് എസ് യൂണിറ്റ് ആണ് ചെക്ക് ചെയ്യുക, അതോ എസ് യൂണിറ്റ് ആണ്? എസ് ചെയ്യണമെന്നില്ല. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ദൂരം ഒക്കെ പാരലൽ പ്ലേറ്റിന് കേസ് നമുക്ക് എന്നറിയാം. ഓക്കെ, രണ്ട് പ്ലേറ്റുകളുണ്ട്. ഇവരുടെ ഏരിയ ആണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള സെപ്പറേഷനെയാണ് നമ്മൾ ഡി എന്ന് വിളിക്കുക. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3 mm ആണ്. ഞാൻ അതിനെ ഡയറക്റ്റ് ആയിട്ട് മീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 3 × 10⁻³ മീറ്റർ എന്നല്ല കിട്ടുക സെറ്റ്. ദെൻ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ട് 100 വോൾട്ട് ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? രണ്ട് സെഷൻസ് ആണുള്ളത് അല്ലേ. ഒന്ന് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താടാ? C is equal to ε0 A divided by D അല്ലേ. എപ്സിലോൺ ഡയറക്റ്റ് വാല്യൂസ് വേറെ എന്താ ഉള്ളത്? ε0ൻ്റെ വാല്യൂ 8.85, അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ 8.854 എന്ന് കൂടി എടുത്താൽ നന്നായിരിക്കും. × 10⁻12 ആണ് നമ്മൾ ε0ൻ്റെ വാല്യൂ. ദെൻ എൻ്റെ വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വാല്യൂ എത്രയാണ്? 6 × 10⁻³ ഉണ്ട്. 6 × 10⁻³ വരും അല്ലേ. 6 × 10⁻³ ഓൾ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എത്രയാണ്? 3 × 10⁻³ 3 × 10⁻³ ഇവിടെ വരും. ഇത് ചെയ്ത് നമ്മൾ ആൻസർ ഇട്ട് 10⁻³ 10⁻³ ഇവിടെ ക്യാൻസൽ. 6 3 ക്യാൻസൽ ആകുമ്പോൾ അവിടെ ഒരു 2 വരും. ഈ 2 × 8.854 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, ആൻസർ എത്ര വരുന്നുണ്ട്? 2. അത് നമ്മൾ 8.854ൻ്റെ ഡബിൾ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് മക്കൾ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. 17.7 ഉണ്ട്. ഈ -12 ഈ 3 ഇത് ക്യാൻസൽ ചെയ്തല്ലേ. അപ്പോൾ 10⁻12 ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ 17.7 × 10⁻12 ഫാരഡാണ്, അല്ലെങ്കിൽ 17.71 പൈക്കോഫാരഡ് എന്ന് വേണം അങ്ങനെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. ഇതാണ് നമ്മൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളൊന്നുമില്ല, C is equal to ε0 A divided by D എന്ന് പറയുന്ന പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വാല്യൂസ് കൊടുത്തറ. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. അതിൻ്റെ കൂടെ ഒരു സെഷൻ ചോദിച്ചിട്ടുണ്ട്. 100 വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 100 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കപ്പാസിറ്ററും സ്റ്റോർ ചെയ്യുന്ന ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ബേസിക് കാര്യമാണ്. C is equal to ആരാണ്? Q divided by V അല്ലേ. അങ്ങനെയാണ് Q is equal to Q അല്ലേ ചാർജിൻ്റെ വാല്യൂ എന്താണ്? Q is equal to C × V. ഇപ്പോൾ നമുക്ക് കിട്ടിയ കപ്പാസിറ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? 17.71 പൈക്കോഫാരഡ്, അല്ലെങ്കിൽ 17.71 × 10⁻12 ഫാരഡ്. വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണ്? 10⁻², അല്ലെ 100 എന്നാണ്. ഞാൻ 10⁻² എന്ന് എഴുതി. എനിക്ക് സീറോസ് ഇടുന്നതിനേക്കാൾ പവർ ഇടുന്നത് നല്ലത്. അപ്പോൾ ഇവിടെ തന്നെ 10 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10⁻10 ആയില്ലേ. അപ്പോൾ കൂടുതൽ ചർച്ചകളൊന്നുമില്ല. സോ ആൻസർ വിൽ ബി 17.71 × 10⁻10 അത്രയും കൂളോമല്ലേ വരിക. ക്ലിയർ ആണോ? അല്ലെങ്കിൽ 1 പോയിൻ്റ് എഴുതുകയാണെങ്കിൽ 1.771 × 10⁻9 കൂളോ അങ്ങനെ എഴുതാൻ കാരണം അത്രയും നാനോ കൂളോ. എൻട്രൻസൊക്കെ ചിലപ്പോൾ നാനോയിലൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ. അപ്പോൾ ഇതാണ് നമ്മൾ എക്സസൈസ് 2.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് അല്ല, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C is equal to ആരാണ്? ε0 A divided by D യുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വന്നിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഡൗട്ടോ അതിൽ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷുവർ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ ടോപ്പിക് വൈസ് ഓൺ എക്സാം ഒക്കെ വരെയാണ്. അപ്പോൾ ടോപ്പിക് വൈസ് വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എല്ലാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒബ്ജക്റ്റീവ് കുറച്ച് കൂടുതൽ ചെയ്യണം, ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വീഡിയോസ് ഒക്കെ പ്ലേ ലിസ്റ്റ് കിടക്കുന്ന നോക്കളെ നിങ്ങൾ കണ്ടു നോക്ക്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പുതിയ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് സെഷൻ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.